അത് നിങ്ങൾ കാണിക്കുന്ന മര്യാദയല്ല. നിങ്ങൾ കാണിക്കുന്നത് മര്യാദയല്ല. അങ്ങനെയാണെങ്കിൽ ടൈം എല്ലാം ഈക്വലായിട്ട് കൊടുക്കണമായിരുന്നു. ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാൻ നിങ്ങളുടെ ഗസ്റ്റ് അല്ലേ? അപ്പൊ സമയം നിങ്ങൾ ആദ്യം അവസാനം സംസാരിക്കുന്ന ആളിനോടല്ല നിങ്ങൾ ഇടപെടേണ്ടത്. 50 minutes ആണ് സർ. ആയിക്കോട്ടെ, പക്ഷെ അത് മോഡറേറ്റർ തീരുമാനിക്കണ്ടേ? മോഡറേറ്റർ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതിയോ? മോഡറേറ്റർ പറഞ്ഞോ? ഇല്ലല്ലോ. 6 മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ 6 മിനിറ്റ് നിങ്ങൾ തന്നോ? നോക്കൂ, ഞാൻ അവസാനിപ്പിക്കാം, പക്ഷെ കേക്കൂ. ഇതിലെ ഏറ്റവും ഒരുപാട് കാര്യങ്ങൾ 2 ആൾക്കാർ പറഞ്ഞിട്ട് 3 ആൾക്കാർ പറഞ്ഞിട്ട് അണീവനായിട്ടുള്ള ഒരു പാനലിൽ ഇരുന്നിട്ട് സംസാരിക്കാതെ തിരിച്ചു പോകണമെന്നാണ് വിചാരിച്ചെങ്കിൽ മനോരമയെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി ഓടിച്ചു വന്ന അതിനല്ല, പറഞ്ഞിട്ടേ പോവുള്ളൂ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഇതിന് അവസാനം പറഞ്ഞൊരു കാര്യം, അതായത് ഗുജറാത്ത് ഭ്രൂണഹത്യ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗുജറാത്തിലേക്ക് പോകണ്ട. നമ്മളിവിടെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഗർഭിണികളായ സ്ത്രീകളുടെ വയറ് കുത്തിപ്പിളർന്ന് ഭ്രൂണത്തിനെ എടുത്ത് ഹത്യ ചെയ്തു എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയുന്നില്ല. എന്നിട്ടോ അതിനെ വെറും കാർഷിക കലാപമാണ് എന്ന് പറയുന്ന ആൾക്കാർ, അത് സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറയുന്ന ആൾക്കാർ, അങ്ങനെയാണെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ കോളം എഴുതുന്ന ശ്രീ ശ്യാംകുമാർ ഓർക്കേണ്ടത് എന്താണ് മതരാഷ്ട്ര സ്ഥാപനത്തിനെ കുറിച്ച് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. മതരാഷ്ട്ര സ്ഥാപനം എന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, ഞാൻ ആദ്യം പറഞ്ഞ അതേ പോയിന്റ്, നിങ്ങൾക്കൊരിക്കലും ഇങ്ങനെയുള്ള ഒരു ചടങ്ങിൽ വന്ന് ഇങ്ങനെയുള്ള ഒരു പബ്ലിക് വേദിയിൽ ഇരുന്ന് മറ്റൊരു ദിവസം പറയാമെന്ന് പറയുന്നതല്ലാതെ മറ്റു മതങ്ങളെ അംബേദ്കർ വിമർശിച്ചിരിക്കുന്നതിനെ കുറിച്ച് പറയാനോ ഉൾക്കൊള്ളാനോ ഉള്ള ത്രാണി നിങ്ങൾക്കില്ല. അംബേദ്കർ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും പ്രധാനമായിട്ട് അംബേദ്കർ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, the Muslims have all the social evils of the Hindus and something more. അപ്പൊ നിങ്ങൾ ഇതുവരെ ഹിന്ദുയിസത്തിനെ പറ്റി പറഞ്ഞതും അതിന് എക്സ്ട്രായും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ ഗ്രാവിറ്റിയിൽ നിങ്ങൾ പറയുന്നില്ല. അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞു, ജെയിംസ് പോളിനെ കോട്ട് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ദി എനിമി. ഖുറാനെ പറ്റി പറയുകയാണ്, ദി എനിമി ഓഫ് ദ മാൻകൈൻഡ്. തന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുകയാണ്. ഏറ്റവും അവസാനം ഇന്ത്യയിൽ മുസ്ലിങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ബ്രദർഹുഡ് ഓഫ് ഇസ്ലാം ഈസ് നോട്ട് ദ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഓഫ് മാൻ, ഇറ്റ് ഈസ് ബ്രദർഹുഡ് ഓഫ് മുസ്ലിംസ് ഫോർ മുസ്ലിംസ് only. There is a fraternity, but its benefit is confined to those within that corporation. For those who are outside the corporation, there is nothing but contempt and enmity. ആ മതത്തിലുള്ള ആൾക്കാരല്ലാത്ത മറ്റുള്ള ആൾക്കാരോട് കണ്ടംപ്റ്റ്, നിങ്ങൾക്ക് എനിമിറ്റി, ശത്രുത, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരാളിനെ പറ്റി നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. കാരണം ഇന്നത്തെ കാലത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലെയിം സ്പീച്ച് ആയിട്ട് റിഗാർഡ് ചെയ്യപ്പെടും, അത് ഏറ്റവും മോശമായിട്ടുള്ള പരാമർശമായിട്ട് റിഗാർഡ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയാൻ കഴിയില്ല. അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ദ സെക്കൻഡ് ഡിഫീറ്റ് ഓഫ് ഇസ്ലാം is that it is a system of social self-government and is incompatible with local self-government, because the allegiance of a Muslim does not rest on his domicile in the country, which is but on the faith to which he belongs. The Muslim, ഒരു സെക്കൻഡ് ഞാൻ ആ സെന്റൻസ് നിർത്താം. In other words, Islam can never allow a true Muslim to adopt India as his motherland. എനിക്ക് ആ അഭിപ്രായമില്ല. അംബേദ്കർ ആ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അംബേദ്കറൈറ്റുകൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറല്ല. That is probably the reason why Maulana Muhammad Ali, a great Indian but a true Muslim, preferred to be buried in Jerusalem rather than in India. നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല ചേട്ടാ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ കാലത്ത് അംബേദ്കറിനെ എങ്ങനെ വായിക്കണമെന്ന് നിങ്ങളിൽ വായന തുടങ്ങണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതിനാണ്. താങ്ക് യു. എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഈ വേദി നമ്മൾ ഒരുക്കിയത്. എന്തെങ്കിലും അസൗകര്യങ്ങൾ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഒരിക്കലും നമ്മൾ മറ്റൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. നമുക്ക് അടുത്ത സെഷനുള്ള സമയമായി. നമുക്ക് അടുത്ത സെഷനിലേക്ക് നമുക്ക് അടുത്ത സെഷനിലേക്ക് കടക്കാം. പ്ലീസ് ഇതൊന്ന് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്തോട്ടെ. ഒറ്റ മിനിറ്റ്. നിങ്ങൾ ഇത് കൺക്ലൂഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ കൺക്ലൂഡ് ചെയ്യണം. നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒപ്പീനിയൻ പറയാനല്ല, അതൊന്ന് കൺക്ലൂഡ് ചെയ്യാന്നുള്ളത് ഒപ്പീനിയൻ പാസ് ചെയ്യാനല്ല, കൺക്ലൂഷൻ ആണ്. ഒന്നാമത്തെ കാര്യം, മലബാർ കലാപത്തെ കുറിച്ച് പറഞ്ഞ കാര്യം, മനോരമ നിങ്ങളുടെ അപ്പോളജിയിൽ I think we can discuss outside. Please, we can I totally agree. Otherwise it will be far-fetched. Thank you.
Please. We can continue the discussion in a democratic so way much. outside. Please.